അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സർവ്വ സൽക്കർമ്മങ്ങളും കൊണ്ടിൽ നിന്ന് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ട് നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ. ഒരു മുസ്ലിം ഇന്നൊരു മുസ്ലിമിനൊട്ടിಗೆ 5 കടമകൾ. അതിൽപ്പെട്ട് ഒന്നാമത്തെ കടമയായിട്ട് റദ്ദു സലാം. ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യ നമുക്ക് സലാം ചൊല്ലാൻ കണ്ടെങ്കിൽ ആ സലാം മടക്കൽ നിർബന്ധമായിട്ട് അതൊരു മുസ്ലിമിന്റെ കടമയായിട്ട്. അപ്പൊ ഞങ്ങളുടെ രാജ്യത്തിലുള്ള കുടുംബത്തിലുള്ള പരസ്പര സലാം ചൊന്നിട്ട് പറത്തോണു. എവിടെ ഏത് മുസ്ലിമിനെ കണ്ടെങ്കിൽ എന്താക്കണു? അന്യ സ്ത്രീയാണ് ചൊല്ലുക. അതേപോലെ എല്ലാ ആളുകളുണ്ടെങ്കിൽ എന്താക്കണു? സലാം ചൊല്ലണം. സലാം ചൊല്ലൽ സുന്നത്ത്. അതേ ഒരു കുട്ടികളെ വന്നോണ്ടിക്കട് ഇതിനടുത്ത് പോയോണ്ടിക്കട്. അപ്പൊ ആ ഫസ്റ്റ് ചൊല്ലൽ സലാമോ ഫസ്റ്റ് ചൊല്ലൽ സുന്നത്തായിരിക്കട്. അതേ ഫസ്റ്റ് ചൊല്ലുന്ന പ്രതിഫലവും യാറായിട്ട്. അപ്പൊ ഒരു മുസ്ലിമിന്റെ കടമയായിരിക്കട് ഒരാൾ സലാം ചെന്നെങ്കിൽ സലാം മടക്കലും. അല്ലാഹു ചൊല്ല സലാം ചൊല്ലണതും ചൊല്ലതിന് മടക്കണതും ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തെ കടമയായിരിക്കലും ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കൽ. ഞങ്ങളുടെ അയൽവാസികൾ അത് മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ ഏതേ മതക്കാരാവട്ടെ രോഗിയായിട്ടുള്ളവരാ അങ്ങനെ പോയിട്ടൊന്ന് കണ്ടിട്ട് വന്നെങ്കിൽ നമുക്ക് ഒരു റാഹത്തായിട്ട്. അതേപോലെ എല്ലാ മുസ്ലിമീങ്ങളും ഞങ്ങളുടെ രാജ്യത്തിലുള്ള ഞങ്ങളുടെ കുടുംബത്തെ ആത്മാരാവട്ടെ പത്തന പേരുണ്ടാവട്ടെ ഒരാൾ രോഗിയായിട്ട് കണ്ടെങ്കിൽ അത് വയസ്സനായെങ്കിലും ആ ചെറിയ നായെങ്കിലും അതെന്തും നോക്കണ്ട. ഞങ്ങളുടെ രാജ്യത്തിൽ ആരെങ്കിലും രോഗിയായിട്ടുള്ളവരാ അവരെന്താകും പോയിട്ട് സന്ദർശിച്ചിട്ട് ഒരു സമാധാനാക്കിയിട്ട് പറഞ്ഞു. അതൊരു മുസ്ലിമിയുടെ കടമയായിട്ട് കേട്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട്. അതേപോലെ വത്തിബാഉൽ ജനായിസി, നമ്മുടെ രാജ്യത്തിൽ ആരും മരിച്ചെങ്കിലും എന്താകണോ ആ മരിച്ചവർക്ക് പോയിട്ട് ഖുർആൻ ഓതണു, ദിക്ർ ചൊല്ലണു, മയ്യത്തിന് വേണ്ടിയിട്ട് ദുആക്കണു. അതേപോലെ ആ മയ്യത്തിനെ നിസ്കരിക്കത്തോളം മയ്യത്ത് നിസ്കാരാവത്തോളം ആ മയ്യത്ത് ഒറ്റയ്ക്ക് മേയിക്കണു. എന്നിട്ട് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ആ മയ്യത്തിലേക്ക് ദഫൻ ഭൂമിക്ക് എടുത്ത് പോയിട്ട് അപ്പുറത്ത് ദഫനാക്കണ കൊടുത്തോളം എന്നിട്ട് അവിടെ തൽക്കീനും തീർന്നോടത്തോളം മയ്യത്തൊട്ടിക്ക് വേണ്ടി എന്തേക്കണോ ആ മയ്യത്തൊട്ടിക്ക് കൂടണോ. ആ രായത്തിന് കുടുംബത്താന്മാരായിരിക്കും അല്ലാത്ത ആളായിരിക്കും സമ ഞങ്ങളുടെ രായത്തിലാരായിരിക്കും മരിച്ചതാ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഏത് രായത്തിലും മരിച്ചേക്കും അവിടെ ഞങ്ങൾ എന്താക്കണം പോകണം. അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ ആരായും ഒരു ദാവത്താക്കിയിട്ട് മംഗളത്തിൽ അല്ലെങ്കിൽ ഗൗത്തിൽ എന്തെങ്കിലും നല്ല നല്ല കാര്യക്രമം വെച്ചിട്ട് ആരെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താകണം അത് കുടുംബത്തങ്ങായേക്കും അല്ലാത്ത ആൾമാരായിരിക്കും. നമ്മുടെ രായത്തിലുള്ള ആൾമാരോ അല്ലെങ്കിൽ കുടുംബത്തിൽ ഏത് രായത്തെ ആൾമാർ എന്ത് ദാവത്ത് വെച്ചിട്ട് വിളിച്ചറിയുമ്പോൾ ഫംഗ്ഷനിൽ നല്ല നല്ല ഹലാലായ കാര്യത്തിൽ വിളിച്ചറിഞ്ഞ് എന്താക്കണം അതിന് ഞങ്ങൾ ഉത്തര ചെയ്യണോ. ആ ടൈം ആകുമ്പോഴത്തേക്ക് പോയിട്ട് അവിടെ പോയി സഹകരിച്ചിട്ട് അവർ തന്നെ ചണ്ടച്ചോറ തന്നിയെ കുടിച്ചിട്ട് റാഹത്തായിട്ട് ദുആക്കിട്ട് പറഞ്ഞു. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ ഞങ്ങൾ എത്ര കാര്യക്രമാക്കണമെങ്കിലും ഞങ്ങളുടെ അയൽവാസികളെയും കുടുംബത്തങ്ങളെയും മക്കളും എപ്പോഴും അയൽവാസികൾ ക്രിസ്ത്യൻസുമാരായെങ്കിലും അല്ലെങ്കിൽ അമുസ്ലിമീങ്ങളായെങ്കിലും ഞങ്ങളുടെ അയൽവാസികളെ ബഹുമാനിച്ചിട്ട് എന്താകണോ ഞങ്ങൾ ഔത്തലാക്കിയ ഗമ്മത്തങ്ങൾക്ക് കൊടുക്കണോ അല്ലെങ്കിൽ ഞങ്ങൾ ഔത്ത് വിളിച്ചിട്ട് തെപ്പാട്ട് ഞങ്ങൾക്ക് ചോറ് കൊടുക്കണോ. അല്ലാഹു അയൽവാസികളെ ബഹുമാനിക്കണോ. ഞങ്ങൾക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഞ്ചാമത്തെ കാര്യത്തില് വതസ്മീതുൽ ആതിസ്, തുമ്മിയാൽ അൽഹംദുലില്ലാഹ് ചൊല്ലണം. ആരെങ്കിലും തുമ്മിയെങ്കിൽ അൽഹംദുലില്ലാഹ് ചൊല്ലണം. അയാൾ അൽഹംദുലില്ലാഹ് ചൊല്ലി ഞങ്ങൾ കേട്ടെങ്കിൽ യർഹമുക്കല്ലാഹ് ചൊല്ലണം. അപ്പൊ യർഹമുക്കല്ലാഹ് ഇപ്പറ ദ്വാരന്നപ്പ അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ ഞങ്ങൾ ദ്വാരക്കണോ. അപ്പൊ ഞങ്ങൾ എന്താക്കണോ യഹ്ദീകുമുല്ലാഹു യുസ്ലിഹ് ബാലക്കും ചൊല്ലിട്ട് ദ്വാരക്കണോ. ഇനി ഒരാൾ തുമ്പിത്തായാൽ അൽഹംദുലില്ലാഹ് ചൊല്ലിട്ടില്ലേ പക്ഷേ അയാൾ തുമ്പെടുത്ത് ഞങ്ങൾ കണ്ടവൻ ഞങ്ങൾ എന്താക്കണോ അൽഹംദുലില്ലാഹ് ചൊല്ലണോ. ഇത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസായിട്ടിരിക്കുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾ ചൊല്ലിയതും ഞങ്ങൾ കേട്ടതും സ്വാലിഹായ ഒരു അമലുടെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് കടമകൾ തീർക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലത്തെ കടമകൾ
ഒരു യഥാർത്ഥ മുത്തഖിയായി ജീവിക്കുക അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ചതിയന്മാരെ ചതിയെ തൊട്ട് അല്ലാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞങ്ങളെ പെഞ്ഞായി മക്ക ബാപ്പമ്മ നാല് കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഞങ്ങളുടെ മക്കൾക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും റഹ്മത്തും സന്തോഷവും ഇസ്സത്തും ചൊരിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ഒരു കടവും ഒരു ഹക്കും ബാക്കിയില്ലാതെ മരിക്കാനുള്ള തൗഫീഖ് നൽകണമല്ല. ഈമാനോട് കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുവാനാണ് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ആത്മാവിന്റെ ആരും മണ്ണിനടിയിലാണ് റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണം അല്ലാഹ്. സ്വർഗ്ഗത്തെ കവാടമെല്ലാം ഞങ്ങൾക്ക് നീ തുറന്നു കൊടുക്കണം അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل